നെഹമ്യാവ് അധ്യായം 6. എന്നാൽ ഞാൻ മതിൽ പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും ഒന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗേശമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേശമും എൻ്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം ഓനോസമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മെനക്കേട് വരുത്തുന്നത് എന്തിനെന്ന് പറയിച്ചു. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുക്കൽ ആളയച്ചു. ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം തൻ്റെ വൃത്തിനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു. അതിൽ എഴുതിയിരുന്നത്, നീ യഹൂദന്മാരെ മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാവുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവിയുണ്ട്. ഗെശ്മുവും അങ്ങനെ പറയുന്നു. രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. അതിന് ഞാൻ അവൻ്റെ അടുക്കൽ ആളയച്ചു. ഈ പറയുന്ന പോലെയുള്ള കാര്യമൊന്നും നടക്കുന്നില്ല, അത് നീ സ്വമേധയാ സങ്കല്പിച്ചാവുന്നു എന്ന് പറയിച്ചു. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ ഒക്കെയും ഞങ്ങളെ ഭയപ്പെടുവാൻ നോക്കി. ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പിന്നെ ഞാൻ മെഹദേവേലിൻ്റെ മകനായ ദെലായാവിൻ്റെ മകൻ ശമയ്യാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കഥ കളിച്ചകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രി വരുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷിക്കുക മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സൻബല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നതുകൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു. എൻ്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നോവതിയ എന്ന പ്രവാചികയും എന്നെ ഭയപ്പെടുത്താൻ നോക്കി മറ്റു പ്രവാചകന്മാരെ ഓർക്കണമേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ ശത്രുക്കൾ അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായെന്ന് അവർ ഗ്രഹിച്ചു. അക്കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്തയക്കുകയും തോബിയാവിൻ്റെ എഴുത്ത് അവർക്ക് വരികയും ചെയ്തു. അവൻ ആരഹിൻ്റെ മകനായ ശെഖന്യാവിൻ്റെ മരുമകനായിരുന്നുകൊണ്ടും അവൻ്റെ മകൻ യോഹാനാൻ ബെരക്യാവിൻ്റെ മകനായ മെശുല്ലാമിൻ്റെ മകളെ വിവാഹം ചെയ്തിരുന്നുകൊണ്ടും യഹൂദയിൽ അനേകർ അവനുമായി സത്യബന്ധം ചെയ്തിരുന്നു. അത്രയുമല്ല, അവർ അവൻ്റെ ഗുണങ്ങളെ എൻ്റെ മുമ്പാകെ പ്രസ്താവിക്കുകയും എൻ്റെ വാക്കുകളെ അവൻ്റെ അടുക്കൽ ചെന്ന് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയാവ് എഴുത്ത് അയച്ചുകൊണ്ടിരുന്നു.